സ്മാർട്ട് അക്കാദമിയിൽ ഈ വർഷത്തെ കഴിഞ്ഞ ഒക്ടോബർ ബാച്ചിൽ എക്സാം എഴുതിയിരുന്ന ഒരാളാണ് ഞാൻ. അൽഹംദുലില്ലാ എക്സാമിൽ പാസ്സായ വിവരം എല്ലാവരെയും സന്തോഷത്തോടുകൂടെ അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി സഹായിച്ച നമ്മുടെ സ്മാർട്ട് അക്കാദമി, അതുപോലെ ജാബിർ സാറ്, അതിലെ അധ്യാപകർ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. സ്മാർട്ട് അക്കാദമിയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഇൻഷാ അല്ലാഹ് എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും സഹകരണങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയും ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സ്മാർട്ട് അക്കാദമി കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ, ഞാൻ ബുറൈദ് കണ്ണൂർ. ആദ്യമായിട്ട് എല്ലാവിധ ആശംസകളും സാറിനും സാറിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ സാറുമാർക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടുവിൻ്റെ എക്സാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രയാസകരമായ ഒരു കാര്യമാണ്. ഞാൻ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് 7ാം ക്ലാസ് മുതൽ പഠനം സ്റ്റോപ്പ് ചെയ്തതാണ്. വളരെ സന്തോഷമായി. സാറിൻ്റെ ഇതിൽ സ്മാർട്ട് അക്കാഡമിയിൽ എക്സാം എഴുതാൻ ഭാഗ്യം കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നതാണ്. എക്സാം എഴുതാൻ വേണ്ടി ചാൻസ് കിട്ടി വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. തുടർന്ന് ഞാൻ വീണ്ടും ഡിഗ്രിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്മാർട്ട് അക്കാഡമി തന്നെ എടുക്കാൻ വേണ്ടി ഉദ്ദേശത്തിലാണുള്ളത്. എന്നെ ഇതിനു വേണ്ടി സഹായിച്ച പ്രത്യേകിച്ച് ജബ്ബാർ സാറ് എപ്പം വിളിച്ചാലും എന്ത് സംശയം ചോദിച്ചാലും നല്ല സ്നേഹത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ മറുപടി തരുമായിരുന്നു. നമുക്ക് ആ എക്സാമിന് മുമ്പ് തന്നെ ജബ്ബാർ സാറുമായിട്ടുള്ള സംസാരത്തിനിടയിൽ തന്നെ വലിയൊരു ഉറപ്പുണ്ടായിരുന്നു എന്തായാലും പാസ്സാവുന്നത്. കാരണം സാറിൻ്റെ ഇടപെടലും അത്രത്തെ നല്ല രീതിയിൽ തന്നെയായിരുന്നു. ഇനിയും എല്ലാവിധ ഉയർച്ചകളിലേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും തിരക്കുകൾക്കിടയിലും ആണ് ഞാൻ ഈ ഒരു പ്ലസ് ടു എഴുതാൻ വേണ്ടിയിട്ട് സ്മാർട്ട് അക്കാദമിയിൽ ജോയിൻ ചെയ്തത്. എന്നാലും ആ ക്ലാസ്സുകളൊന്നും കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ പോലും പലപ്പോഴും എന്നെ കൊണ്ട് സാധ്യമായിട്ടില്ല. പക്ഷേ എക്സാമിൻ്റെ തൊട്ട് മുമ്പ് വന്ന എക്സാം ടിപ്സുകൾ വളരെ കൃത്യമായിട്ട് 1, 2, 3, 4 പ്രാവശ്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ പാസ്സായി എന്ന വിവരം എല്ലാവരെയും സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ സന്തോഷങ്ങൾ അറിയിക്കുന്നു. എൻ്റെ ഇനിയും ഭാവിയിലുള്ള പഠനങ്ങൾക്കും അതേപോലെ ജോലിയിലും മറ്റുമൊക്കെ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സ്നേഹ സപ്പോർട്ടുകളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് അരുൺ എന്നാണ്. വീട് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയാണ്. അപ്പോൾ ഞാൻ സ്മാർട്ട് അക്കാദമിയിലെ ഒരു സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ ഈ മാർച്ചിൽ എക്സാം എഴുതിയതാണ്. ഫെബ്രുവരിയിൽ എക്സാം എഴുതിയതാണ്. എല്ലാ വിഷയത്തിലും പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക നന്ദി സ്മാർട്ട് അക്കാദമിയിലെ ടീച്ചേഴ്സിനാണ്. കാരണം അവർ എനിക്ക് വേണ്ടി ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കോവിഡിൻ്റെ ഇതിൽ പോലും ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റി. ക്ലാസ്സൊക്കെ എനിക്ക് തന്നു. അപ്പോൾ അത് എന്ന് പറയുക, കുട്ടികൾക്ക് ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും മാക്സിമം നന്നായി പഠിക്കുക. ടീച്ചർമാരും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വിജയാശംസകൾ പറയാണ്. പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ. അതുപോലെ ടീച്ചേഴ്സിനും അതുപോലെ സാറുമാർക്കൊക്കെ പ്രത്യേകം നന്ദി. സ്മാർട്ട് അക്കാദമിയിലെ എല്ലാ ടീച്ചേഴ്സിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കാരണം ഞാൻ പ്ലസ് ടു അത്യാവശ്യം നല്ല മാർക്കോടെ തന്നെ പാസ്സായി. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും സ്മാർട്ട് അക്കാദമിക്കുള്ളതാണ്. കാരണം ഈ ഒരു കൊറോണ ഇഷ്യൂ ഇതൊക്കെ ഉള്ള സമയത്ത് എനിക്ക് എല്ലാ തരത്തിലുള്ള സഹായം സ്മാർട്ട് അക്കാദമിയിൽ നിന്ന് കിട്ടി. അതിനുള്ള നന്ദി ഞാൻ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് നന്ദി പറയാൻ വാക്കുകളിൽ. ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടാണ് സ്മാർട്ട് അക്കാദമിയായിട്ട് ബന്ധപ്പെടുന്നത്. ജബ്ബാർ സാറിനായിട്ട് മാത്രമേ നേരിട്ട് കോണ്ടാക്റ്റ് ഉള്ളൂ. എന്തായാലും ഏത് സമയത്ത് എപ്പോൾ വിളിച്ചാലും സാറ് അത് ഏത് സമയത്ത് എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി ഞാൻ ജബ്ബാർ സാറിനെ അറിയിക്കുകയാണ്. കാരണം ഇത്രയും നല്ലൊരു സഹായവും ഇത്രയും ഇതും തന്ന് എനിക്ക് ഇങ്ങനൊരു വിജയം സമ്മാനിച്ചതിന്
എല്ലാവിധ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് നേരിട്ട് വരണമെന്നും സാർമാരൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പറ്റുകയെന്നറിയില്ല, ഈ കൊറോണയും കാരണങ്ങളായിട്ട് കുട്ടികൾ ചെറിയ കുട്ടിയാണ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും വരും. കാരണം എനിക്ക് അത്രയും കടപ്പാടുണ്ട്. അത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്തായാലും ഒരുപാട് നന്ദി സാർ. താങ്ക് യു വെരി മച്ച്. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവത്തില്ല സാറേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ട്രൈ ചെയ്തു, ഫെയിലായിപ്പോയി, എൻ്റെ സർട്ടിഫിക്കറ്റ് ഫെയിലായിപ്പോയി. രണ്ടാമത് ട്രൈ ചെയ്തു. സാറാണ് സത്യം പറഞ്ഞാൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എക്സാം എഴുതുന്ന സമയത്ത് ഒരു സാർ എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അതുകൊണ്ട് മാത്രം സാറേ ഞാൻ പാസ്സായത്. താങ്ക് യു വെരി മച്ച് സാർ. ഹായ്, ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. എൻ്റെ പേര് റഹിയ. ഞാനിന്ന് വന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഒക്ടോബർ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇന്നലെയാണല്ലോ ഒക്ടോബർ ബാച്ചിൻ്റെ റിസൾട്ട് അറിഞ്ഞത്. റിസൾട്ട് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, പാസ്സാവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അത്യാവശ്യം തിരക്കേടില്ലാത്ത മാർക്കോടെ പാസ്സായി. എൻ്റെ ഈ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജബ്ബാർ സാറ്, ബാക്കി എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ കൂടെ നിന്ന് എല്ലാ സപ്പോർട്ടും ചെയ്ത കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്, അവരോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യം ഒക്ടോബർ ബാച്ചിൽ എനിക്കാകെ 3 ക്ലാസ്സായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ജബ്ബാർ സാറോട് ഞാൻ പറഞ്ഞു, എനിക്ക് കഴിയൂല സാർ, എക്സാം എഴുതാൻ ക്ലാസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഓക്കെ, ഞാൻ മാർച്ചിൽ എഴുതിക്കോ എന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ ഫ്രണ്ട് ഷെഫീന വഴി ഞാൻ അസൈൻമെൻറ്റിൻ്റെ കാലാവധി നീട്ടിയിട്ടുണ്ടെന്ന് കേട്ട്. അപ്പോൾ അവിടെ നിർബന്ധപ്രകാരം 2 ദിവസം കൊണ്ട് ഞാൻ അസൈൻമെൻറ്റ് എഴുതി പൂർത്തിയാക്കി ജബ്ബാർ സാറെ കയ്യിൽ കൊടുത്തു. അന്ന് ഞാനത് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടില്ലായിരുന്നു. കാരണം വീണ്ടും വൈകുകയാണല്ലോ. അപ്പോൾ സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, ഏത് കാര്യവും നമ്മൾ പിന്നീടിലേക്ക് മാറ്റി വെക്കരുത്, ചെയ്യാനുള്ളത് വേഗം ചെയ്യാം. ആ വാക്കുകൾ ഞാനിപ്പോഴും ഓർക്കുന്നു. ഏതായാലും ഇനി അടുത്ത ഏപ്രിൽ ബാച്ച് സ്റ്റുഡൻസിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ജാബിർ സാർ, എങ്ങനെ നന്ദി പറയണമെന്നും അറിയില്ല. കാരണം എങ്ങനെയാണ് അവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതും ഏതൊരു നിമിഷത്തിലാണ് അവിടെ വന്നതെന്ന് അറിയില്ല. പക്ഷെ വളരെയധികം നന്ദിയുണ്ട് ജാബിർ സാറിനോടും അവിടെയുള്ള ടീമിനോടും. കാരണം ഇന്നത്തെ ഒരു വിജയം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു മുഹൂർത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെയധികം ഹാപ്പിയാണ്, വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഒന്നും പറയാൻ വാക്കുകളില്ല മനസ്സിൽ.